നമ്മൾ നമ്മുടെ എന്താ പാസ് കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? ഇന്നത്തേക്കാണ് 5ാമത്തെ സഞ്ചസിലെടുത്തത്. അപ്പോൾ ഇനി ബാക്കി ദിവസത്തേക്ക് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കാൻ വേണ്ടി എൻ്റെ ഓഫീസ് വന്നാണ്. ഇൻറ്റഗ്രേറ്റഡ് ബിൽഡിംഗ് भाई साहब किधर से റിന്യൂ करने താങ്ക് യു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫീസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഇങ്ങോട്ടാണ് ഓഫീസ് പറയുന്നത്. അല്ലോ ഹിന്ദി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ റിന്യൂ ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം. അത് മതി, അവിടേക്ക് എല്ലാം അത് ചിലപ്പോൾ ഓടിക്കും. നമുക്ക് നോക്കാം, ഓടിച്ച കട്ട് ചെയ്യാം. എന്തായാലും അങ്ങോട്ട് എത്തട്ടെ. അത് ഫോൺ ചെയ്യണ്ടേ? മറ്റേ ചെങ്ങനെ ഫോൺ ചെയ്യണ്ടേ? മൂവി ഇട്ടണോ? ഓടിച്ചേട്ടനെ ഫോൺ ചെയ്യണ്ടേ? തരാം ഇപ്പം തരേ. അവിടെ എന്താ കിട്ടാനേ കിട്ടട്ടെ അവനോട്ടാ വിവരങ്ങൾ ഡയറക്റ്റ്. ചീത്ത പറയുമെന്ന് അറിയില്ല. ചീത്ത പറഞ്ഞാലും എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. എനിക്ക് ഹിന്ദി അറിയത്തേ. മതി അയ്യോ ഹായ് പറഞ്ഞല്ലേ, പറ്റില്ലാന്ന് അറിയാം. ഹായ് പോലത്തെ ഹായ്. ആ പത്താനി അതിനെടുത്ത്. ഇതാണ് നേപ്പാളിലെ എയർപോർട്ടിലേത്. എയർപോർട്ടാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മളിവിടെ വന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനല്ല വന്നത്. കാറിന് എന്തായിരുന്നു റിന്യൂയിങ്ങോ? കാറിന് പെർമിഷൻ ഒന്നുകൂടി കൂട്ടാൻ 3 ദിവസം കൂടി കൂട്ടാനാണ്. 5 ദിവസമാണല്ലോ ചെയ്തത്. 13 ദിവസം കൂടി ചെയ്യാനുള്ള പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതെ. നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്കൊരു ടാസ്ക് ആയിട്ട് തോന്നി. അതെ, ഇതൊരു ആപ്പ് കയറിയിട്ടൊരു പൈസ അടയ്ക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. ഇതാണ് പൊക്ര അല്ലേ? പൊക്രാന്നല്ലേ? പൊക്കാറാന്നല്ലേ? പൊക്ര. അപ്പോൾ പൊക്രയിൽ എത്തി ഗൈസ്. ഇവിടെയാണ് ഹിമാലയത്തിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നൊരു സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം, അല്ലേ? സെറ്റാക്കി തരാം. പോവുകയാണ് യാത്ര. തക്കാളി നമ്മളെ നാട്ടിലെ പേര് അല്ല, നമ്മളെയാണ് വിളിച്ച് നിർത്തിയത്. നമ്മളെന്തായാലും നിന്നില്ലല്ലോ. ബാക്കി എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ റോങ് വഴി കൂടെയാണ് വന്നത്. അറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ വെള്ളം ഒഴുക്ക്. ഓക്കെ ഗൈസ്, അത് നോക്ക്. നല്ല തണുപ്പാട്ടോ ഇവിടുത്തെ കാലാവസ്ഥ. നല്ല തണുപ്പ്. അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി കൂടും തോന്നുന്നുണ്ട്. ദന്ത്രുക് വില്ലേജ്. ബോച്ചറിനോട് വിളിച്ച് നോക്കാനല്ലേ? ദന്ത്രുക് വില്ലേജ് അല്ലേ? സെറ്റാകട്ടെ. ഓക്കെ ഗായ്സ്, ഇപ്പൊ നീ എന്റെ അടുത്ത് ഈ വലയോ? അതല്ല, ഞാൻ അവിടെ എടുത്തു പോയതാ. സ്റ്റെക്കായി പോയതാ. ചെയ്താ പോരെ? സ്റ്റെപ്പിലൂടെ നേപ്പാളി സുന്ദരിമാര് നടക്കുന്നുണ്ട്. പൊക്രയിൽ നമ്മളൊരു ഗ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ്. ഏതാ ഗ്രാമത്തിന്റെ പേര്? ഗൻഡ്രുക് വില്ലേജ്. ഗൻഡ്രുക് വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഭയങ്കര തണുപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്തില്ല, നമ്മുടെ കയ്യിൽ സ്വെറ്ററൊന്നും ഇല്ല. പോയി നോക്കാം, നിൽക്കാൻ പറ്റുവാണെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ ഇന്ന് പോയി അല്ലേ? അത്രേ ഉള്ളൂ. ഗൈസ്, നമ്മളിപ്പോൾ പൊക്ര വന്ന് ഇങ്ങനെ വില്ലേജിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു കടയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിലെ പെർക്യൂഷൻസ് കാണാനുണ്ട് കുറേ.
പെർക്കഷൻ്റെ കളക്ഷൻസ് കാണാനുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കാം, എനിക്ക് എന്തെങ്കിലും മേടിക്കണം. വണ്ടി ചവിട്ടിയിട്ട് നമ്മളിവിടെ നേരിട്ട് കയറിയതാണ്. അപ്പോൾ ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻസും അടുത്തറിയാം, ഇവിടുത്തെ എങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതാണ് ഇതൊക്കെ മേടിച്ചതാണെങ്കിൽ. मैम इस इंस्ट्रूमेंट क्या नाम है? ഓക്കെ मदल മന്ദളം. मदल അതിൽ നമ്മുടെ ഇടയിൽ മന്ദല മദ്ദളം തന്നെ, സെയിം സാധനം, വേറെ രീതിക്ക് സാധനം പാറ്റേൺ മാറ്റിയതാ. നീ കൈ കൊണ്ട് പിടിച്ചോ, നമ്മൾ കുറച്ചുകൂടെ അടുപ്പിച്ച് പിടിക്കുക. അങ്ങനെയല്ല, സൂം ചെയ്യണ്ടേ, അടുത്ത് പിടിക്കുക, അപ്പോൾ ബാലൻസ് എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണ്. എന്നാൽ ഞാൻ പിടിക്കാം. ആ മനോട്ടർ ഒന്ന് സെറ്റാക്കോ. ശരി, എന്ത് കണ്ടാലും ക്യാഷെന്ന് ചോദിച്ചാൽ കേട്ടോ. നാം എങ്ങനെ വായിക്കണം? I don't know how to play this one. It's called Khoizari. കൊയ്ച്ചടി. The instrument it's a traditional. Yes. It's a. It's not an instrument. Not instrument. ഇൻസ്ട്രുമെന്റ് അല്ലേ, ഓരെന്തോ ഒരു സാധനം അല്ലേ. ഇത് കൂട്ട് സാധനമൊക്കെ മേടിക്കത്തില്ല എനിക്ക്. क्या है? Sarangi. സാരംഗി. It's like a violin. Violin. Oh. Yes. It's traditional instrument. Yes. How to play this? You know? Okay. I don't know how to play, but Yes. ചേരുന്നില്ലേ? എന്തോ ഒരു പാറ്റേൺ ഉണ്ട് ഇതിനല്ലേ, എന്തോ ഒരു പാറ്റേൺ ഉണ്ടാവും പഠിക്കണത്. മേടിക്കുന്നുണ്ടോ? അയ്യോ, ഇത് വേണ്ട. പിന്നെ വേണ്ടേ? ഇത് വേണോ? ഇത് മേടിച്ചു നിനക്ക് ആവശ്യം വരുന്നത്. ഇതോ തപ്പോ അവിടെ ഉള്ള അവിടെ ഉണ്ട്. പിന്നെ അതോ തബലയോ? തബലയാണ്. തബല, തപ്പ. ഈ കൊട്ടുന്നതിൽ വെറൈറ്റി ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? റിതമെറ്റിക് ഇൻസ്ട്രുമെന്റ്, ഡിഫറെൻറ്റ്. റിതം. we have this one. It's called Dango. ഇത് കൊള്ളാട്ടെ, ഒരു വെറൈറ്റി. ഹൗ ടു പ്ലേ? ഹൗ ടു യൂസ്? പ്ലേ ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുന്നത് വളഞ്ഞിരിക്കുന്ന അവിടെയാണല്ലോ. How much for that? What is it diyor? Sen wala. 2500. 2500 rupees. 2500. 2500. Yes. മേടിക്കണം. ആണോ? സ്കിൻ Kiko goat skin. ഗോട്ട് ആട്ടും തോന്നുന്നു. വുഡ്. Yes, goat. വുഡ്. Wood काट्छ Kiko. रूपमा बेरिन्छ लहरा जस्तो हुन्छ क्या, हामीलाई थाहै छैन। ഇതൊക്കെ വേണമെന്നുണ്ട്. ഇതോ
ഇതൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി അല്ലോ. ഇതങ്ങനത്തെ അവിടെ ഉള്ളോ ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് സാധനത്തില് ഈ പാറ്റേൺ ഒക്കെ ഉണ്ടോ, ഈ വർക്ക് ഉണ്ടോ, അത് രസമുണ്ട്. പക്ഷെ ഇത് വലിയ useful ആയി തോന്നുന്നില്ല. ഈ ചോട്ട It's also used in like religious way to भगवानलाई चढाउनलाई गर्छ हैन. भजन Yes. भजन का यूज है. Not like a भजन. भजन अब यो उसको झाडीहरूले त मन्दिरमा राखिदिन्छ कि होइन. मंदिर में है. Yes, for Monday. भजनलाई चाहिँ यो भने हाँ It's also used to call spirits or something like that. ഓ പ്രേതത്തിന് വിളിച്ചിരുന്ന സാധനമാണ്. To call spirits like that. Ah. I don't know. ഗോസ്റ്റ്. Yes, ghost. അത് കൊണ്ടുകൊണ്ടടാ. വേണ്ടെന്നാ. അല്ല പ്രേതത്തിന് വിളിച്ചിരുന്ന സാധനമാണല്ലേ പറഞ്ഞത്. To call good spirits and Good spirit. yes. Bad spirit. Yes. To remove bad spirits also. ഓ ടു റിമൂവ് ബാഡ് സ്പിരിറ്റ്. ഓ നല്ല സ്പിരിറ്റിനെ വിളിച്ചിരുന്ന. അധികം കൊട്ടണ്ട വന്നാലോ സ്പിരിറ്റ്. स्पिरिट वरटे. छोटा है, छोटा छोटा छोटा. സ്മോൾ വൺ. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. Smaller. അതാ. Smaller than. ആ ആ No, we don't have. This is the smaller one. This one is the big one. सेम रेट. No, this one is 1 kilo. त्यो चाहिएको 4,000. 4000. This 2500. 2,500. 25 है ना? 2,500. വേണോ മോനേട്ടാ? എനിക്കറിയില്ല. നാശാനോട് ചോദിച്ചത്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെക്കുക അതില്ലേ? കുറച്ച് പിന്നെ കിട്ടും. വെൽക്കം. Okay. So, താങ്ക് യു സോ മച്ച്. welcome. Can you please cover my face? ഗൈസ്, മലനിരകളെ നോക്കുവിൻ, മലനിരകളെ. ഇവിടുത്തെ ഉണ്ടോ ചുവരുകളൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. ഗ്രാനൈറ്റിലാണ് തോന്നുന്നു. ഗ്രാനൈറ്റ് മാർബിൾ എന്തോ ആണത് അല്ലേ? അത് പെയിന്റ് അല്ലല്ലോ. Turn right onto NH03 Pokhara Bagling Highway. വ്യത്യസ്തമായൊരു പാറ്റേണിലാണ് വീടുകളൊക്കെ കാണുന്നത്. പെയിന്റിംഗ് അല്ല, ആരണ്ടോ ഒരു സാധനം. പെയിന്റിങ് അറിയില്ലല്ലോ. മലമേലെത്തി വെച്ച് വണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് വില്ലേജിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിതാ ഈ പൊക്രയിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിങ്ങനെ വരിക. ഗ്രാവിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ രണ്ട് മച്ചാന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. ഇതാ ബഡ്ഡീസ് മച്ചാനെ പേര് പരിചയപ്പെട്ടു. കാസർഗോഡ് സ്ഥലമാണ് രണ്ടാളും. കാസർഗോഡാണ്. പേര് തബ്ഷീർ. അജു ആണ്. അജു. അയ്യോ നമ്മൾ സെറ്റാക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളാണ് ഊർജ്ജം നമ്മുടെ കേട്ടോ. കുറച്ച് പാട്ടുകൾ പരിപാടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം കൂളിംഗ് ഗ്ലാസ് കിട്ടിച്ച കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പഞ്ച്. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടായിരുന്നു ഇവിടെ അല്ലേ? ഞങ്ങൾ ഫുഡ് നമ്മളെല്ലാം ഫ്രൈഡ് റൈസ് വിത്ത് റേഷനറി. അങ്ങോട്ട് കയറാൻ ഫുള്ള് ഇല്ല. പകുതിക്ക് എവിടെയെങ്കിലും വെച്ച് ടെന്റ് അടിക്കും. ഞങ്ങൾ നിങ്ങൾ ടെന്റ് അല്ലേ? നിങ്ങൾ 4 പേരുണ്ടല്ലോ. എവിടെ ടെന്റ് അടിക്കാം? കാന്തൂർക്കിൽ അടിക്കാം. എന്നാ പിന്നെ അങ്ങനെ വിട്ടാലോ? കാന്തൂർക്ക് നമുക്ക് പോകാൻ പറ്റില്ലടാ. വണ്ടി സെറ്റ് ആയിട്ട് അല്ല വണ്ടി എത്തൂല, അതാ വിഷയം. അപ്പോ വണ്ടി ഒന്നും പറയാൻ പറ്റില്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്നിവിടെ ഹാൾട്ട് അടിക്കുന്നത് കാന്തൂർ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല കാറ്. എന്നാലും ഓൺ ദ വേയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഹാൾട്ട് അടിച്ചു. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല. അടിപൊളി സ്ഥലമാണ്, ഒരു ഹിൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. അടുത്ത കടയിലെ ചേച്ചിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പ്രിപ്പയർ ചെയ്തോ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. സോ സ്വർണ്ണജ് ബാബു എന്താ പറയുക, വെരി ബിസി, പ്രിപ്പയർ ചെയ്യാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ നല്ല കാര്യമുണ്ട്. ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസാണ്. പക്ഷെ ഇന്ന് റേഷനറി വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അല്ലടാ? നല്ല സമയം. അതെ 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 അതെ.
എല്ലാ കാര്യങ്ങളും ഓപ്പണാക്കി നല്ല അടിപൊളി സൈക്കാണ്. നമ്മളിവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഇവിടെ ടെൻറ്റും അടിക്കും. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. പിന്നെ മഴ നനയില്ല, കാറ്റടിച്ചങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി ഒരു പയ്യൻ വന്നത്. പിന്നെ നാം ക്യാ ഹേ ഭായ്? ക്യാ? ആ മൈക്ക് വേണോ? മൈക്ക് കൊടുക്കാൻ ഞാൻ സുനേഖ ഞാൻ സെറ്റ് കൊടുക്കുക. ഒന്ന് മൈക്ക് സെറ്റ് ചെയ്ത് കൊടുത്താലേ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടിയോ? പാടിയോ? ഓ സുനോ സുനോ. Pani kasara setai sama sanggata akata hetai perkum hai kota perkum hai kota ram rari he rana manani ota ram rari he rana manani ota. super. अच्छा था ये आवाज तो नहीं आता. ഓ കണ്ടോ പാട്ട് മൈക്ക് അതെ മൈക്ക് ഉണ്ടെങ്കിലേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഭാഷയത്തിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. നമുക്ക് പറഞ്ഞവർക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ പാടിക്കോളും അല്ലേ? കുറച്ചോ എന്താ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വെള്ളം വരുന്നുണ്ടെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. ഈ ഉരുൾപൊട്ട് വരുന്നാണോ പറഞ്ഞത്? ആ ഓ എന്താ അങ്ങനെ സ്ഥാനം ഉണ്ടല്ലോ അല്ലേ? ആ ഓ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ റേഷനരീൻ്റെ ഇതിങ്ങനെ വേണ്ട കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നാളെ ഭയങ്കര കോമഡി ആയിട്ടാണ്. നമ്മളിവന് പേരിട്ട് ഉണ്ണിക്കുട്ടൻ എന്നാണ്. അപ്പം നാം ഉണ്ണിക്കുട്ടൻ ഹേ ബോലോ ബോലോ ഉണ്ണിക്കുട്ടൻ. ഓ ലൈറ്റ് ലൈറ്റ് സെൽഫി. आपका नाम क्या है बेटा? उन्नीकुटन बोले. उन्नीकुटन बोल. उन्नीकुटन इधर में देखो, इधर देखो. हाँ आपका नाम उन्नीकुटन. उन्नीकुटन बोलो. अमजान नहीं, अमजान आपको नाम इधर नेपाल में, केरला में आपका नाम उन्नीकुटन है. उन्नीकुटन अल्ला उन्नीकुटन. उन्नीकुटन उन्नीकुटन എന്ന് പറഞ്ഞേ. ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടനല്ല ഉണ്ണിക്കുട്ടൻ. बोलो बोलो नाम बोलो. केरला के അല്ല ഉണ്ണിക്കുട്ടൻ പറഞ്ഞേ. ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞേ. बोलो ഉണ്ണിക്കുട്ടൻ. കുട്ടൻ. അതാണ് വേണ്ടത് നമുക്ക്. ഉണ്ണിക്കുട്ടൻ റൈറ്റ്. ആ അച്ഛനെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി, കഴിക്കുന്നത് നന്നായിരുന്നു. അച്ഛൻ നല്ലതെന്ന് പറയാം. പക്ഷെ അവന് സോയാബീൻ മാത്രമേ തിരഞ്ഞു. റേഷനറി ഇഷ്ടമുള്ളൂ. फ्राइड राइस है, ये फ्राइड राइस है, केरला रेशन फ्राइड राइस स्पेशल. आपके इसका नाम केरला रेशन फ्राइड राइस है. हाँ केरला रेशन फ्राइड राइस. അല്ലടാ അതല്ലേ എൻ്റെ പേര്. അബു
വീഡിയോ പിടിച്ചാല് ഞാൻ പോകുന്നില്ല. അവൻ മുട്ടയും ഇതും മാത്രം കഴിച്ചിട്ട് റൈസ് മാറ്റി വെച്ചു. റേഷൻ്റെ ആണെന്ന് അവനും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞില്ല. ആ റൈസ് അച്ചായേ. ആ राइस अच्छा है क्या? പാട്ട് വെച്ചു മറ്റേ ബോക്സിലെ പാട്ട് വെച്ചേ അവന് ഇഷ്ടപ്പെട്ടില്ല. ഓൻ ബോക്സ് ഒക്കെ എടുത്ത് നമ്മുടെ ബോക്സ് വരെ കുത്തിയിടാൻ കൊടുത്തേക്കണേ. പറഞ്ഞു നോക്കാം. ഈത്ത വിളിച്ചാണോ? കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് പോട്ട് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെറിയും സൂര്യനെ പൊട്ടുപോലെ അത് കുഴപ്പമില്ല. ഇവിടെ ഓപ്പൺ ആയില്ലേ? ഇവിടെ അങ്ങനത്തെ വിഷയമില്ലോ. നമ്മളതില് ഇതാ പൊട്ടിക്കുന്ന സീറ്റാ? അതെ बस 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 अरे उल्टा है आटे चिपलो वहाँ तेल तो चिपलो वहाँ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊക്രയിലെ എന്താ പറയുക ഹിമാലയത്തിനടുത്ത് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഷെഡിൽ സ്റ്റേ ഒക്കെ അടിക്കുകയാണ്. ഷെഡിന് ടെൻ്റൊക്കെ അടിച്ചിട്ടാണ് സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ സാഹിത്യാത്മകമായൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പുകൾ ഈ മനുഷ്യനെയൊക്കെ പച്ചപ്പുകൾ മനുഷ്യനെ ഇതൊക്കെ പ്രപഞ്ചം ട്രീറ്റ് ചെയ്യുന്നൊരു രീതിയില്ലേ, അതുപോലെ ഒരു കുട്ടീനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. അത് സാഹിത്യാത്മകമായി പറയുകയാണ്, കോമഡി ആയിട്ടൊക്കെ തോന്നും, കുഴപ്പമൊന്നുമില്ല. അതായത് ഈ പഞ്ഞി മുട്ടായി ഐസ് മുട്ടായി ഇതൊക്കെ പച്ചപ്പിന് കൊടുക്കുന്ന പോലെ, പഞ്ഞി മുട്ടായി പച്ചപ്പിന് കൊടുക്കുന്ന പോലെ ഒരു കുട്ടീനെ പോലെ ഈ പച്ചപ്പിനെ കാണാൻ പ്രപഞ്ചത്തിന് സാധ്യമാവുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചയാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ കുറേ സമയം ഇങ്ങനെ വീക്ഷിച്ചു എന്താണ് ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ വരുന്നത്, എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇവിടുത്തെ വ്യൂ. ചെറിയൊരു സൂര്യനുണ്ട്, ചെറിയൊരു ചൂടുണ്ട്, എന്നാൽ നല്ല തണുപ്പുണ്ട്, എന്നാൽ എന്താ പറയുക തണുപ്പാണ് ഫീൽ ചെയ്യാൻ പറ്റുന്ന പക്ഷേ സൂര്യനുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും ദിവസം ഒരു 5-6 ദിവസമായി നമ്മളിവിടെ. ഇപ്പോൾ ഇന്നലെ 6ാമത്തെ ദിവസം അല്ലേ മോനോട്ടാ? 6ാമത്തെ ദിവസം. അപ്പോൾ ഈ 6ാമത്തെ ദിവസം നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്, കുറേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട്, ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെറിയ രീതിക്ക് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനോട്ടൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും, ഞാൻ കുറച്ച്, അങ്ങനത്തെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ വരാം കേട്ടോ. ശരി, ഓക്കെ മനോട്ട, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് പറയോ? ഒരു മിനിറ്റ്. പോയിന്റ് 1, പോയിന്റ് 3. ഓക്കെ പറഞ്ഞു മാറ്റങ്ങൾ. അതായത് നമ്മൾ ഇന്ത്യയിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആരും വഴി സൈഡിൽ മറ്റേ സാധിക്കാറില്ല. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ ചെറിയ ഇപ്പം കടയാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ചില സമയത്ത് വഴി സൈഡിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്, സ്വാഭാവികം മാത്രം. പക്ഷേ ഇവിടെ ഇതിലും ഈ കുമ്മട്ടിയിലുണ്ടാവും ടോയ്ലറ്റ്, എല്ലായിടത്തും ഉണ്ട്. ഇവരെല്ലാവരും അങ്ങനെ പോവുള്ളൂ. ഈവൻ എന്താ പറയുക, ഒന്നിനാണെങ്കിലും രണ്ടിനാണെങ്കിലും ടോയ്ലറ്റിലേ പോവുള്ളൂ. അത് നമുക്ക് ആദ്യമേ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും അങ്ങനത്തെ സൗകര്യം കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ടോയ്ലറ്റ്സുകൾ അവൈലബിൾ ആണ്. ചെറിയ കടയാണെങ്കിലും അല്ലേ അതുണ്ടാവും. പിന്നെ ഇവിടുത്തെ പോലീസുകാർ, നമ്മുടെ അവിടെ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ഭീകരപ്പെടുത്തുന്നൊരു സംഗതിയാണെങ്കിലും ഇവിടെ വളരെ ഹാപ്പി ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇന്നലെ ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇന്നലെ 1-2 ഇൻസിഡൻ്റ് ഉണ്ടായി. പോലീസുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പോലീസുകാർ വളരെ തമാശയൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സ്വീകരിക്കും. കോമഡി ഞാൻ പറയട്ടെ. അതായത് നമ്മുടെ ഇവിടെ റിന്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ഈ ബില്ല് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസർ ഇങ്ങനെ പേര് കണ്ടിട്ട് മനു PM വേനാ അങ്ങനെ ചോദിച്ചു. അതായത് പ്രധാനമന്ത്രിയാണോ, അത് ആളൊരു ഹാസ്യ രൂപേണാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താ പറയുക തമാശ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അതെ അതെ അതെ. PM ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താ പറയുക നമ്മൾ വന്നിട്ട് ചിരിച്ചിട്ടൊക്കെ വിടുക നമ്മളെ. നമുക്ക് ശരിക്കും അറിയത്തില്ലെങ്കിലും അറിയാമല്ലോ.
പിന്നെ നിന്നെ കളിയാക്കിയാലും പറയാം. അത് വേണ്ട. ഇവൻ പോയിട്ട് റിന്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ലാങ് മാറ്റി പറഞ്ഞു, അവർക്ക് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ നോർമലി ഹിന്ദി അറിയത്തില്ല, ഹിന്ദിയൊക്കെ പഠിക്കുന്നത് എൻ്റെ ആ രാഷ്ട്രഭാഷയിലാന്നൊക്കെ പറഞ്ഞു കളിയാക്കി ചിരിച്ച് അന്നേരം ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത്. ഇവർ തമ്മിൽ എന്തോ പ്രശ്നമായിട്ട് നമ്മൾ ശരിക്കും അവരെന്തോ പറയാന്ന്. അവസാനം ചിരിച്ച് തമാശ കളിച്ചിട്ടാണ് അവർ. പോലീസുകാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ഏറ്റവും നല്ലത് ഇവർ പോലീസുകാരാണ്. നമ്മുടെ ഇവിടെ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താടാ എവിടെയാടാ ഒക്കെ ചോദിച്ചിട്ടൊരു അരഗൻ്റായിട്ടിരിക്കും പെരുമാറുന്നത്. പക്ഷെ ഇവിടെ നല്ല എന്താ പറയുക സൂപ്പറാണ്. ഈ അതോറിറ്റീസൊക്കെ ഒരു കൈക്കൂലി മേടിക്കുമെങ്കിലും ചിരിച്ചോണ്ടേ മേടിക്കുള്ളൂ, മറ്റൊരു പേടിച്ചിട്ട് മേടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കൊണ്ടോക്കോട്ടോ ഇത്ര പൈസ. പിന്നെ ഇതിനാണ് പിന്നെ നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇവന് രാവിലെ വണ്ടി കയറി വിടണമെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് പോയി. ഹായ്. ഇവനെ കൊണ്ട് പോയി വണ്ടിയിൽ കുറച്ച് ദൂരം ഓടിച്ചിട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് ഇവനോട് പറഞ്ഞു, അമ്മേനോട് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേനോട് പറയണ്ടാന്ന്. അമ്മ പറഞ്ഞു അവൻ്റെ ഇല്ലാന്ന്, അവൻ്റെ ഓൺലി. ഇന്നലെ പോലെ നമ്മുടെ കൂട്ടത്തിൽ കിടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ടെൻറ്റിലൊക്കെ. പക്ഷെ അവൻ്റെ അമ്മ വിട്ടില്ല. അവൻ്റെ അമ്മ പറഞ്ഞു കള്ളന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവൻ വന്ന് ഞങ്ങളോട് രാവിലെ അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് അതെ അത് വെറുതെ പറഞ്ഞു, ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ അടുത്ത് പോകുന്നില്ല അങ്ങോട്ട്. ലൂഡോ കളിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ പലിച്ചരിച്ച് തോപ്പിച്ചു. അത് ഞങ്ങൾക്ക് തെറ്റിയ. ഞങ്ങൾ മേടിച്ച കുർക്കുറയാണ്. കുർക്കുറ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കടയിൽ നിന്ന് മേടിച്ചാ. എന്നിട്ട് അത് വന്നിട്ട് തിന്നുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ കുർക്കുറി ഉണ്ടല്ലോ അവിടെ നിന്ന് ചോദിച്ചു, എടുത്തു കൊടുത്തു. അവൻ്റെ ഇതിപ്പോൾ ഇത് കുത്തി കൊടുക്കണം പറഞ്ഞു. അവനിപ്പോൾ സ്പീക്കർ വേണമെന്ന് പറഞ്ഞിട്ടേ സ്പീക്കർ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കുരുത്തക്കാരാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഗൈസ് ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്ര സുന്ദരമായ ലോകം, സുന്ദരമായ സ്ഥലം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ചാർജ് കരോ, വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഇത്രയും ദിവസം നമ്മള് അനുഭവിച്ചൊരു എന്താ പറയാ കൺഫ്യൂഷനോ പ്രഷറോ ഒന്നും ഇവിടെ ഇല്ല. അത്രയും കാമാണ്. പിന്നെ തെറ്റിദ്ധാരണകളൊക്കെ വെച്ചിട്ട് വരിക എന്നുള്ളത് തെറ്റായൊരു കാര്യമാണ്. എമർജൻസി ലൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നേപ്പാൾ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കേ.